ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു അണ്ടർ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആയാലോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാരി പാവാട ചെയ്തെടുക്കാം. ഒരു കൺഫ്യൂഷനും കൂടാതെ 2 അളവുകൾ അറിഞ്ഞാൽ മതി. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീറ്ററിൻ്റെ കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ വീതി വരുന്നത് 36 ഇഞ്ചാണ്. ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എത്ര മീറ്റർ തുണി വേണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതായത് ലെങ്ത്ത് ഇൻറ്റു 2, 35-36 ഇഞ്ച് വീതിയാണെങ്കിൽ, ഇനി അതല്ല കുറച്ച് തടിയുള്ളവരൊക്കെ ആണെങ്കിൽ ലെങ്ത്ത് ഇൻറ്റു 3 കൊടുക്കണം. ലെങ്ത്ത് ഇൻറ്റു 3. ഇനി വീതി കൂടുതലുള്ള തുണിയാണെങ്കിൽ, അതായത് 42-45 ഒക്കെ ഉണ്ടെങ്കിൽ ലെങ്ത്ത് ഇൻറ്റു 2 തന്നെ മതി. 2 അളവുകൾ, അതായത് നമ്മുടെ അരവണ്ണവും ലെങ്ത്തും, ഇത് രണ്ടും അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ കയ്യിലുള്ള ഒരു സ്കേർട്ടിൻ്റെ അളവെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ബോഡിയിൽ നിന്ന് തന്നെ അളവെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് അരവണ്ണത്തിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. എനിക്കിവിടെ വേണ്ടത് 40 നമ്മൾ ചെയ്യുന്നത് 4 പാനലിൻ്റെ സ്കേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10. 10ൻ്റെ കൂടെ 1.5 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക. അപ്പോൾ 11.5. ഇനി നമുക്ക് ലെങ്ത്ത് നോക്കാം. എനിക്ക് വേണ്ടത് 39. അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മൈനസ് ചെയ്യുക. അതായത് മേൽഭാഗത്ത് നമ്മൾ ഒരു 1.5 ഇഞ്ചിൻ്റെ ബാൻഡ് കൊടുക്കുന്നുണ്ട്. അത് 39ൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 37. പിന്നെ നമുക്ക് കിട്ടിയ ഈ 37യുടെ കൂടെ നമ്മൾക്ക് സീം അലവൻസ് ആഡ് ചെയ്യണം. അത് 1.5 തന്നെയാണ്, 1.5 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ടോട്ടൽ 39. അപ്പോൾ നമുക്ക് വേണ്ടത് സീം അലവൻസ് അടക്കം 39 തന്നെയാണ്. മെറ്റീരിയൽ ഞാനിവിടെ നീളത്തിൽ 2 മടക്കി ഇട്ട് വെക്കുകയാണ്. നമ്മുടെ മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് വരുന്നത് 39ഉം സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 39ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ബാൻഡിനുള്ള തുണി കിട്ടില്ല. ഇനി നമുക്ക് നമ്മളെ സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് വിടുത്ത് നോക്കാം. നമ്മളുടെ അരവണ്ണം 40 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് 60 ഇഞ്ച് വിടുത്ത് ഉണ്ടായിരിക്കണം. മാക്സിമം നമുക്ക് 70 ഇഞ്ച് വരെ എടുക്കാം. അതിൽ കൂടുതലായാലും നമുക്ക് നടക്കുമ്പോൾ പ്രയാസമാകും. അപ്പം അതുകൊണ്ട് തന്നെ 60 ഇഞ്ച് മിനിമം, മാക്സിമം 70 ഇഞ്ച്. ആ മെഷർമെൻറ്റാണ് നമ്മൾ താഴ്ഭാഗത്തെ വിടുത്തായിട്ട് എടുക്കേണ്ടത്. ഇനി ഞാൻ ആ സൈഡിൽ നിന്നും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ബാൻഡിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മേൽഭാഗത്ത് നിന്ന് താഴെ വരെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. 1.5 ഇഞ്ചിൻ്റെ ബാൻഡാണ് എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 3 ഇഞ്ച് വേണം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ്. അങ്ങനെയാണ് 4 ഇഞ്ച് എടുക്കേണ്ടത്. ഇനി നമുക്ക് മാർക്കിംഗ് തുടങ്ങാം. നമുക്ക് കിട്ടിയ 11.5 ഇഞ്ച് മേൽഭാഗത്ത് മാർക്ക് ചെയ്യുക. മേൽഭാഗത്ത് സ്റ്റാർട്ടിങ്ങിൽ 11.5 മാർക്ക് ചെയ്യുക. ഈ 11.5 തന്നെ താഴ്ഭാഗത്ത് എൻഡിൽ മാർക്ക് ചെയ്യുക. അതായത് ഓപ്പോസിറ്റ് സൈഡുകളിലായിട്ടാണ് നമ്മൾ 11.5 മാർക്ക് ചെയ്യേണ്ടത്. മേലെ സ്റ്റാർട്ടിങ്ങിലും താഴെ എൻഡിലുമാണ് കൊടുക്കേണ്ടത്. ഇനി ഈ 2 പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനല്ല, ചെരിഞ്ഞിട്ട് തന്നെയാണ് കിട്ടുക. ഇനി നമുക്ക് ആ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായി മേലത്തെ മടക്ക് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കാം.
ഇപ്പം നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ മാർക്കിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇപ്പം നമുക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഈ സൈഡും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ വെക്കണം. അതായത് 11.5 വരുന്ന 2 ഭാഗങ്ങളും മുകളിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് താഴത്തെ 2 ഭാഗങ്ങൾ തമ്മിലും മേലെയുള്ള 2 ഭാഗങ്ങൾ തമ്മിലും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുക. 2 സ്റ്റിച്ച് വീതം കൊടുക്കണം. ഇപ്പോൾ ദേ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സ്റ്റിച്ച് വീതം സെൻറ്റർ ഭാഗത്ത് കൊടുക്കുക. ഇനി നമുക്ക് സൈഡിൽ സ്റ്റിച്ച് കൊടുക്കണം. അതിൽ ഒരു സൈഡിൽ ഫുള്ളായിട്ട്, അതായത് മേലെ തുടങ്ങി താഴ്ഭാഗം വരെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കുക. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 3 ഇഞ്ചിൽ നിന്നും താഴേക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതുപോലെ 3 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ 2 സ്റ്റിച്ച് വീതം കൊടുത്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേൽഭാഗത്ത് വെക്കാനുള്ള ബാൻഡിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. നേരത്തെ നമ്മൾ വീതിയുടെ സ്കേർട്ടിൻ്റെ വീതിയുടെ ഭാഗത്തു നിന്നും 4 ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പീസ് എടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം മെഷർ ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ സ്കേർട്ടിൻ്റെ അരവണ്ണം അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ബാൻഡിൻ്റെ ലെങ്ത്ത് കണക്കാക്കേണ്ടത്. ഇപ്പം നമ്മളുടെ അരവണ്ണം അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും 1/2 ഇഞ്ച് വീതം വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സ്കേർട്ടിൻ്റെ നല്ല ഭാഗവും ബാൻഡിൻ്റെ നല്ല ഭാഗവും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വിട്ടിരുന്നില്ല ഒരു 1/2 ഇഞ്ച്, ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ചെയ്യേണ്ടത് ഈ 2 ഭാഗവും ഓപ്പൺ ആയിട്ടുള്ള ഈ 2 ഭാഗവും സൈഡിലേക്ക് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. തയ്യൽ തുമ്പ് ഇതുപോലെ മേലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ 2 പ്രാവശ്യം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ ചെയ്യില്ലേ, അതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി ചെയ്യേണ്ടത് മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി മടക്കണം. 1.5 ഇഞ്ചിൽ മടക്കുക. അത് ഇതുപോലെ തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പം ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം മേൽഭാഗത്തെ സ്റ്റിച്ചിങ് എല്ലാം തന്നെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയി കിട്ടും.
ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിനായി 2 സൈഡിലും 1.5 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇനി 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ? വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.